ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് അപ്രിഷിയേറ്റിംഗ് ഫിക്ഷനിലെ എ സൗണ്ട് ഓഫ് തണ്ടർ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അമേരിക്കൻ റൈറ്റർ റേ ബ്രാഡ്ബറി ടൈം ട്രാവലിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷൻ സ്റ്റോറിയാണ്. നമ്മളിവിടെ ആ സ്റ്റോറിയുടെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ള ഒരു സിമ്പിൾ സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള കംപ്ലീറ്റ് നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ സ്റ്റോറിയുടെ സമ്മറി നോക്കാം. Introduction. The story begins in the year 2055 with a man named Eccles who visits a time safari INC. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സയൻസ് ഫിക്ഷൻ ആണ്. 2055 ഈ കഥ നടക്കുന്നതായിട്ട് കാണിക്കുന്നത്. എക്ലസ് എന്നു പേരുള്ള ഒരാൾ ടൈം സഫാരി എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് പോയിരിക്കുകയാണ്. എ കമ്പനി ദാറ്റ് ഓഫേഴ്സ് ടൈം ട്രാവൽ ടു എക്സ്പീരിയൻസ് ദ പാസ്റ്റ്. ആ കമ്പനിയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അവർ ടൈം ട്രാവലിംഗ് ആണ് ഓഫർ ചെയ്യുന്നത്. പാസ്റ്റിലേക്ക് പോയിക്കൊണ്ട് പാസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. എക്കൽസ്, പാഷനറ്റ് അബൌട്ട് ഹണ്ടിങ്, പേസ് $10,000 ടു ട്രാവൽ ബാക്ക് ടു ദി ഏജ് ഓഫ് ഡിനോസേഴ്സ് ടു ഹണ്ട് എ ടൈറാനോസറസ് റെക്സ്. അപ്പോൾ ഈ എക്കൽസ് എന്ന് പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട കഥാപാത്രം ഹണ്ടിങ്ങിൽ അല്ലെങ്കിൽ വേട്ടയാടുന്നതിൽ വലിയ താല്പര്യമുള്ള ആളാണ്. അയാൾ $10,000 കൊടുത്തുകൊണ്ട് ദിനോസറുകളുടെ കാലഘട്ടത്തിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ പോയിട്ട് ഒരു ദിനോസറിന് വേട്ടയാടണം എന്നാണ് അയാൾ കരുതുന്നത്. ടൈം ട്രാവൽ പ്രിപ്പറേഷൻ. എക്കൽസ് ആൻഡ് 4 others ഇൻക്ലൂഡിംഗ് ദ ഗൈഡ് ട്രാവിസ് പ്രിപ്പയർ ഫോർ ദർ ജേണി. അങ്ങനെ ഇവരുടെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്താണ്. എക്കൽസ് അദ്ദേഹത്തിന്റെ കൂടെ മറ്റ് 2 യാത്രക്കാരും ട്രാവിസ് എന്ന് പറയുന്ന ഈ ട്രാവൽ ഗൈഡും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റുമാണ് ഈ യാത്രയിലുള്ളത്. They are told of the dangers of the adventure and given strict instructions not to alter anything in the past, as even the smallest change can have enormous consequences for the future. അപ്പോൾ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, വാർണിംഗ് കൊടുക്കുന്നുണ്ട്. കാരണം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഇവർ ചെയ്യാൻ പോകുന്നത്. പല ആളുകളും അവിടെ പോയിട്ട് കൊല്ലപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം അവർ പറയുന്നു. അതുകൂടാതെ തന്നെ അവിടെ പോയിട്ട് ഒന്നും തൊടരുത്, അതുപോലെ തന്നെ ആൾട്ടർ ചെയ്യരുത്, മാറ്റം വരുത്തരുത്. കാരണം പാസ്റ്റിൽ പോയിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിലും മാറ്റം ഉണ്ടാവും എന്ന രീതിയിലുള്ള വാർണിങ്ങും ഇൻസ്ട്രക്ഷൻസും ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. ദ ഹണ്ട്. ദ ഗ്രൂപ്പ് ട്രാവൽസ് ബാക്ക് 60 million years ടു ദ ടൈം ഓഫ് ദ ഡിനോസേഴ്സ്. അങ്ങനെ അവർ തീരുമാനിച്ചതുപോലെ 60 മില്യൺ വർഷങ്ങൾ പുറകോട്ട് സഞ്ചരിച്ചിട്ട് ഡിനോസറുകളുടെ കാലഘട്ടത്തിൽ എത്തുകയാണ്. ദ ഫോളോ എ ഫ്ലോട്ടിംഗ് പാത്ത് ടു അവോയ്ഡ് സ്റ്റെപ്പിംഗ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ഡിസ്റ്റർബിങ് ദി എൻവയോൺമെന്റ്. അവർക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു മെറ്റൽ പാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആന്റി ഗ്രാവിറ്റി എന്നാണ് പറയുന്നത്. നിലത്ത് നിൽക്കാതെ എയറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു പാത്താണ്. അതിലൂടെ വേണം അവർ നടക്കാൻ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പാസ്റ്റിൽ പോയിട്ട് എന്തെങ്കിലും ആൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ കോൺസിക്വൻസസ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഇവർ ഓക്സിജൻ മാസ്ക് ഒക്കെ ധരിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇവരുടെ ശരീരത്തിലുള്ള ബാക്ടീരിയയൊന്നും ഈ പാസ്റ്റിലേക്ക് പോകരുത് എന്നുള്ള ഒരു കാര്യം കൊണ്ട്. അങ്ങനെ ഇവര് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പാലിച്ചുകൊണ്ട് അവിടെ എത്തിയിരിക്കുകയാണ്. ദേ ആർ ഓൾസോ ഗിവൺ ഇൻസ്ട്രക്ഷൻ ടു ഷൂട്ട് ഓൺലി മാർക്ക്ഡ് ദിനോസേഴ്സ് വിച്ച് വർ അബൌട്ട് ടു ഡൈ ടു അവോയ്ഡ് കോൺസിക്വൻസസ്. ഇനി പാസ്റ്റിൽ പോയിട്ട് ദിനോസറിനെ ഹണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കോൺസിക്വൻസസ് ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യമാണ്. അതിനും അവർ ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. ഏതാനും മിനിറ്റുകൾക്കകം മരിക്കാൻ പോകുന്ന ദിനോസറുകളെ മാത്രമാണ് ഷൂട്ട് ചെയ്യാനുള്ള അനുമതിയുള്ളൂ. അതിനെ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കാൻ പോകുന്ന ദിനോസറുകളാണ് എന്നുള്ള കാരണം കൊണ്ട് അവയെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കോൺസിക്വൻസസ് ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത്. അവയെ മാത്രമേ ഹണ്ട് ചെയ്യാവൂ എന്നുള്ള നിർദ്ദേശമാണ് ഇവർക്ക് കൊടുക്കുന്നത്. എക്കൽസ് ബിക്കംസ് നെർവസ് ആസ് എ അപ്രോച്ച് എ ടൈറാനോസറസ് റെക്സ്. ഇനി ഒരു സൗണ്ട് ഓഫ് തണ്ടറോട് കൂടിയിട്ട്, ഒരു ഇടിമുഴക്കം പോലുള്ള ഈ ഒരു പാദചലനത്തോട് കൂടിയിട്ട് ഈ ദിനോസർ അവിടെ വരുന്നുണ്ട്. അതിനെ കാണുന്ന സമയത്ത് ഇതുവരെ വേട്ടയാടണം എന്ന് പറഞ്ഞിരുന്ന എക്കൽസിന്റെ മനോഭാവം മാറുകയാണ്. ചെറിയൊരു ഭയവും അതുപോലെ തന്നെ ഇത്ര വലിയൊരു ജീവിയെ കാണുമ്പോൾ ഒരു അത്ഭുതവും ഒക്കെ അയാളെ പിടികൂടുന്നു. ദി എൻകൗണ്ടർ. When the dinosaur appear with sound of thunder, Eccles decides he can't shoot the majestic animal. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദിനോസറിനെ കാണുന്ന സമയത്ത് അതിലൊരു അത്ഭുതവും ഭയവും എല്ലാം കാരണം കൊണ്ട് ഇതിനെ ഷൂട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് എക്കൽസ് തീരുമാനിക്കുന്നു. ട്രാവിസ് ഈസ് ഫ്യൂരിയസ് ആൻഡ് ആസ്ക്സ് എക്കൽസ് ടു റിട്ടേൺ ടു ദ മെഷീൻ. അപ്പോൾ ഈ ടൂറിസ്റ്റ് ഗൈഡ് ആയിട്ടുള്ള ട്രാവിസിന് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു. എന്നിട്ട് അയാളോട് തിരിച്ച് ഇവരുടെ ടൈം ട്രാവൽ മെഷീനിലേക്ക് പോകാൻ പറയുന്നു. However, in the panic, he steps in the wrong direction.
പക്ഷെ ആ സമയത്തുള്ള ഒരു പാനിക് കാരണം കൊണ്ട്, ഈ ഒരു വെപ്രാളം കാരണം കൊണ്ട് ഇയാള് ഈ പാത്ത് മാറി ചവിട്ടുകയാണ്. ഇവരുടെ മെറ്റൽ പാത്തിന്റെ അപ്പുറത്തേക്ക് ഇയാള് ചവിട്ടുകയാണ്. They manage to kill the dinosaur, but Travis notices that Eccles' boots are muddy, an indication that he stepped out of the path. അങ്ങനെ മറ്റുള്ളവർ ചേർന്നുകൊണ്ട് ആ ദിനോസറിനെ കൊല്ലുന്നുണ്ട്. ദിനോസറിനെ കൊല്ലുന്നതിനെ കുറിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം അതിന്റെ കണ്ണിൽ വേണം ഈ ഷൂട്ട് ചെയ്യുന്നതിന്, അങ്ങനെ അതിന് ബ്ലൈൻഡ് ആക്കിയതിന് ശേഷം അതിന്റെ തലയിൽ ഷൂട്ട് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. ആ രീതിയിൽ മറ്റുള്ളവർ ആ ദിനോസറിനെ കൊല്ലുന്നു. അങ്ങനെ ഇവർ തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്താണ് എക്കൽസിന്റെ ബൂട്ടിന്റെ മുകളിൽ ചളി കാണുന്നത്. ആ ചളി കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അയാൾ ആ മെറ്റൽ പാത്തിന്റെ അപ്പുറത്തേക്ക് ചവിട്ടി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഗൈഡ് ട്രാവിസിന് ദേഷ്യം വരുന്നുണ്ട്. ഹി ത്രെറ്റൻസ് ടു കിൽ ഹിം ഫോർ ഡിസൊബേയിങ്. അങ്ങനെ അനുസരണക്കേട് കാണിച്ചതിന് എക്കൽസിനെ കൊല്ലുമെന്നുള്ള രീതിയിലൊക്കെ ഈ ട്രാവിസ് ഭീഷണിപ്പെടുത്തുന്നു. റിട്ടേൺ ടു ദ പ്രസന്റ്. അങ്ങനെ അവർ തിരിച്ച് പ്രസന്റിലേക്ക് വരികയാണ്. ആ ദിനോസറിനെ കൊന്ന ബുള്ളറ്റൊക്കെ തിരിച്ചെടുത്തതിന് ശേഷമാണ് അവർ വരുന്നത്. കാരണം പാസ്റ്റിൽ ഒന്നും അങ്ങനെ അവശേഷിപ്പിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അവർ പറഞ്ഞിരുന്നു. അപ്പോൾ റിട്ടേണിംഗ് ടു ദ പ്രസന്റ്, എക്കൽസ് നോട്ടീസസ് സബ്റ്റിൽ ഡിഫറൻസസ്. പക്ഷെ തിരിച്ച് വന്ന് നോക്കുന്ന സമയത്താണ് ഇവിടെ എന്തൊക്കെയോ ഒരു മാറ്റം സംഭവിച്ചതുപോലെ ഒരു ഫീലിംഗ് ആണ് എക്കൽസിന് ലഭിക്കുന്നത്. ദ ലാംഗ്വേജ് ഈസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ്. അവിടെ ഈ കമ്പനിയുടെ പേര് എഴുതി വെച്ചിരിക്കുന്ന രീതിയിലൊക്കെ മാറ്റമുണ്ട്. ഭാഷയിൽ ചെറിയ വ്യത്യാസം, അതുപോലെ തന്നെ അവിടുത്തെ എയറിലൊക്കെ ചെറിയ വ്യത്യാസം ഉള്ളതുപോലെ അയാൾ ഫീൽ ചെയ്യുകയാണ്. ആൻഡ് ദ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഹാസ് ചേഞ്ച്ഡ്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യവും മാറിയിട്ടുണ്ട്. ഇവർ പുറപ്പെടുന്ന സമയത്ത് ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇലക്ഷനിൽ ഡെമോക്രാറ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഡിക്റ്റേറ്റർ ആയിട്ടുള്ള സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷെ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആ ഡെമോക്രാറ്റ് ആയിട്ടുള്ള സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിട്ട് ഡിക്റ്റേറ്റർ ആയിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് വിജയിച്ചതായിട്ട് കാണുന്നത്. ആ രീതിയിൽ ഫ്യൂച്ചറിൽ മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് ഇയാൾ തിരിച്ചറിയുകയാണ്. ഇറ്റ് ബിക്കംസ് ക്ലിയർ ദാറ്റ് എക്കൽ സ്റ്റെപ്പിംഗ് ഓഫ് ദ പാത്ത് ഹാസ് ആൾട്ടേർഡ് ദ കോഴ്സ് ഓഫ് ഹിസ്റ്ററി. അപ്പൊ അയാൾക്ക് മനസ്സിലാവുകയാണ് അയാൾ ആ മെറ്റൽ പ്ലേറ്റിൽ നിന്ന് മാറിക്കൊണ്ട് അവിടെയുള്ള മണ്ണിൽ ചവിട്ടിയതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഈ ഒരു കാര്യങ്ങളൊക്കെ മാറിയിട്ടുള്ളത് എന്നത്. കൺക്ലൂഷൻ. എക്കൽസ് ഡിസ്കവേഴ്സ് എ ക്രഷ്ഡ് ബട്ടർഫ്ലൈ ഓൺ ഹിസ് ഷൂ, റിയലൈസിംഗ് ദി ഇമ്പാക്ട് ഓഫ് ഹിസ് ആക്ഷൻസ്. അങ്ങനെ ഇയാളുടെ കാലിലേക്ക് നോക്കുന്ന സമയത്ത് ആ ബൂട്ടിൽ ചളി മാത്രമല്ല, ഒരു ബട്ടർഫ്ലൈ ഇയാളുടെ ചവിട്ടേറ്റിട്ട് ഇങ്ങനെ മരിച്ചു കിടക്കുന്ന കാര്യം കൂടി അയാൾ കാണുന്നു. അപ്പോഴാണ് അയാളുടെ പ്രവൃത്തിയുടെ ഒരു പ്രത്യാഘാതം അയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ട്രാവിസ്, ഫ്യൂരിയസ് ആൻഡ് റിയലൈസിംഗ് ദി എക്സ്റ്റെന്റ് ഓഫ് ദി ഡാമേജ്, റൈസസ് ഹിസ് ഗൺ. ട്രാവിസ് നേരത്തെ തന്നെ ഇയാൾ അനുസരണക്കേട് കാണിച്ചതിന് കൊല്ലുന്നു ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ഈ ഫ്യൂച്ചറിൽ ഈ മാറ്റങ്ങളൊക്കെ വരുന്ന സമയത്ത് അയാൾക്ക് വളരെ ദേഷ്യം വരികയും അയാളുടെ തോക്കെടുക്കുകയും ചെയ്യുന്നു. ദ സ്റ്റോറി എൻഡ്സ് വിത്ത് സൗണ്ട് ഓഫ് തണ്ടർ ഇംപ്ലൈയിങ് എ ഗൺഷോട്ട്. ഈ കഥയുടെ അവസാനവും നമുക്ക് ഒരു സൗണ്ട് ഓഫ് തണ്ടർ ആണ്, ഒരു ഇടിമുഴക്കമാണ് കേൾക്കുന്നത്. ആ ഒരു വെടിയുച്ചയാണ് ഈ ട്രാവിസ് എക്കൽസിനെ ഷൂട്ട് ചെയ്യുന്ന സൗണ്ടാണ് നമുക്ക് ഈ സ്റ്റോറിയുടെ അവസാനം കാണുന്നത്. അപ്പോൾ ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് ഒന്ന് ബട്ടർഫ്ലൈ എഫക്റ്റ് ആണ്. അതായത് ചെറിയ കാര്യങ്ങൾക്ക് വരെ എത്ര വലിയ കോൺസിക്വൻസസ് ആണ് ഉണ്ടാവുക എന്നുള്ളതും, അതുപോലെ തന്നെ ടെക്നോളജി ദുരുപയോഗം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വിപത്തുകളെ കുറിച്ചിട്ടുള്ള ഒരു തീമുമാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാൻ കഴിയുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് കമ്പനി ഡസ് എക്കൽസ് വിസിറ്റ്? എക്കൽസ് ഏത് കമ്പനിയാണ് സന്ദർശിക്കുന്നത്? എക്കൽസ് വിസിറ്റ്സ് ടൈം സഫാരി INC ഫോർ ടൈം ട്രാവൽ ടു ഡിസ്റ്റന്റ് പാസ്റ്റ് ടു ഹണ്ട് എ ടൈറാനോസറസ് റെക്സ്. ഇദ്ദേഹം ടൈം സഫാരി എന്ന പേരുള്ള ഒരു കമ്പനിയിലേക്കാണ് പോകുന്നത്. പാസ്റ്റിലേക്ക് പോയിട്ട് ദിനോസറിനെ ഹണ്ട് ചെയ്യുക എന്നുള്ളതാണ് അയാളുടെ ഉദ്ദേശം. വൈ ഹാസ് എക്കൽസ് കം ടു ദ ടൈം സഫാരി INC ഓഫീസ്? വാട്ട് ഡസ് ഹി പ്ലാൻ ടു ഡു? ഇനി ഇയാൾ എന്തിനാണ് ഈ കമ്പനിയിലേക്ക് വന്നത്, എന്താണ് അയാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എക്കൽസ് വിസിറ്റ് ടൈം സഫാരി, എ കമ്പനി ദാറ്റ് ഓഫേഴ്സ് സഫാരി ടു ദ പാസ്റ്റ് ആൻഡ് പേസ് $10,000 to travel back to the age of dinosaurs to hunt a Tyrannosaurus Rex. ഇയാള് പാസ്റ്റിലേക്ക് പോയിട്ട് ദിനോസറുകളുടെ കാലഘട്ടത്തിൽ ചെന്നിട്ട് ഒരു ദിനോസറിനെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ടാണ് ആ കമ്പനിയിലേക്ക് പോകുന്നത്. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദി ഓഫീസ് ഓഫ് ടൈം സഫാരി INC. ഇനി കമ്പനിയുടെ ഓഫീസിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ദി ഓഫീസ് ഓഫ് ടൈം സഫാരി INC ഈസ് ഫിൽഡ് വിത്ത് സ്നേക്കിംഗ് വയേഴ്സ് ആൻഡ് സ്റ്റീൽ ബോക്സസ്. ഒരുപാട് വയറുകളും അതുപോലെ സ്റ്റീൽ ബോക്സസും ഒക്കെയാണ് നമുക്ക് ഓഫീസിനകത്ത് കാണാൻ കഴിയുന്നത്. ലൈറ്റ്സ് ഫ്ലിക്കർ ഇൻ ഡിഫറെന്റ് കളേഴ്സ്. പല നിറങ്ങളിൽ ഇങ്ങനെ ലൈറ്റ് അവിടെ ഇങ്ങനെ തിളങ്ങിക്കൊണ്ട് നിൽക്കുന്നു. ആൻഡ് ദർ ഇസ് എ സൗണ്ട് ലൈക്ക് എ ജൈജാന്റിക് ബോൺ ഫയർ ബേണിംഗ് ഓൾ ഓഫ് ടൈം. അതുകൂടാതെ തന്നെ അവിടെ ഇങ്ങനെ തീ കത്തുന്നത് പോലെയുള്ള ഒരു ശബ്ദം ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ട്.
ഹൗ മച്ച് ഡസ് ദ സഫാരി കോസ്റ്റ്? ഇനി യാത്രയ്ക്ക് എത്ര രൂപയാണ് ചെലവ് വരുന്നത്? $10,000, $10,000 ഈ ഒരു യാത്രയ്ക്ക് അവർ ചാർജ് ഈടാക്കുന്നത്. വൈ ഈസ് എക്കൽസ് പ്ലീസ് ടു വെൻ കെയ്ത്ത് വിൻസ് ദി ഇലക്ഷൻ? ഇനി ഈ കഥയിൽ നമ്മൾ കാണുന്നുണ്ട്, ഈ കഥയുടെ തുടക്കത്തിൽ ഡെമോക്രാറ്റിക് ആയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർ ടൈം ട്രാവൽ കഴിഞ്ഞ് വരുന്ന സമയത്ത് ആ റിസൾട്ട് മാറിയിരുന്നു എന്നുള്ളത്. ഇനി തുടക്കത്തിൽ ഈ ഡെമോക്രാറ്റ് ആയിട്ടുള്ള സ്ഥാനാർത്ഥി വിജയിച്ചപ്പോൾ എന്തുകൊണ്ടായിരുന്നു എക്കൽസിന് സന്തോഷമുണ്ടായത്? കെയ്ത്ത് വൺ ദി അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഡിഫീറ്റിംഗ് ഡെർഷ്യർ ഹു വാസ് ആന്റി പീപ്പിൾ, ആന്റി ക്രൈസ്റ്റ്, ആന്റി ഹ്യൂമൻ ആൻഡ് ആന്റി ഇന്റലക്ച്വൽ. ഇയാളുടെ എതിർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നത് നമ്മൾ പറയുന്നത് ഒരു ഡിക്റ്റേറ്റർ സ്വഭാവമുള്ള ഏകാധിപതിയായിട്ടുള്ള ഒരാളായിരുന്നു. അയാൾ ജനങ്ങൾക്കെതിരെ, അതുപോലെ തന്നെ ദൈവത്തിനെതിരെ, മനുഷ്യർക്കെതിരെ, അതുപോലെ തന്നെ ഇന്റലക്ച്വലിനെതിരെ, എല്ലാ കാര്യങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു ഏകാധിപതിയാണ് എതിർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ കെയ്ത്ത് വിജയിച്ചപ്പോൾ ഇയാൾ സന്തോഷിക്കുന്നത്. നെയിം എക്കൽസ് ഫെല്ലോ ട്രാവലേഴ്സ്. ഇനി ഇയാളുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ട്രാവിസ് ദ സഫാരി ലീഡർ, ഇതിലെ ഗൈഡ് ആയിട്ടുള്ള ട്രാവിസ്. ലെസ്പെറാൻസ്, ട്രാവിസിസ് അസിസ്റ്റന്റ്. ഇനി ട്രാവിസിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ലെസ്പെറാൻസ്. ആൻഡ് 2 ഹണ്ടേഴ്സ്, ബില്ലിങ്സ് ആൻഡ് ക്രാമർ. ഇനി ഇയാളെ പോലെ ഹണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ബില്ലിങ്സ്, ക്രാമർ എന്നിവരാണ് ഇയാളുടെ കൂടെ യാത്ര ചെയ്തിരുന്നത്. ഹൂ ഈസ് ദ സഫാരി ലീഡർ? ഇനി ഈ യാത്രയുടെ ലീഡർ ആരായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാവിസ് ആണ് അതിലെ ഗൈഡ് ആയിട്ടുണ്ടായിരുന്നത്. അക്കോർഡിംഗ് ടു ട്രാവിസ്, വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു കിൽ എ ദിനോസർ? ഇനി ദിനോസറിനെ കൊല്ലുന്നതിനുള്ള എളുപ്പമാർഗം എന്താണെന്നാണ് പറയുന്നത്. The best way to kill a dinosaur is to shoot it twice in the eyes to blind it and then shoot at the brain. ആദ്യം അതിന്റെ കണ്ണുകളിൽ ഷൂട്ട് ചെയ്തിട്ട് അതിനെ ബ്ലൈൻഡ് ആക്കിയിട്ട് അതിന്റെ ബ്രെയിനിൽ അല്ലെങ്കിൽ ഹെഡിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് എളുപ്പമാർഗമായിട്ട് പറയുന്നത്. ഹൗ മെനി ഇയേഴ്സ് ഡിഡ് ദ ഹണ്ടേഴ്സ് ട്രാവൽ ബാക്ക്? ഇനി ഇവർ എത്ര വർഷം പുറകിലേക്കാണ് യാത്ര ചെയ്തത്? 60,02,055 ഇയേഴ്സ്. 60 മില്യൺ, അതുപോലെ തന്നെ 2055 വർഷങ്ങളാണ് അവർ പുറകോട്ട് പോയത്. വൈ മസ്റ്റ് ദ ഹണ്ടേഴ്സ് സ്റ്റേ ഓൺ ദ മെറ്റൽ പാത്ത്? ഇനി ഇവര് ഒരു ആന്റി ഗ്രാവിറ്റി ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു മെറ്റൽ പാത്ത് ഉണ്ടായിരുന്നു, അതിലൂടെ മാത്രം നടക്കണം എന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ്? ദ ഹണ്ടേഴ്സ് മസ്റ്റ് സ്റ്റേ ഓൺ ദ മെറ്റൽ പാത്ത് വിച്ച് ഫ്ലോട്ട് 6 inches above the ground to avoid touching the world of the past and causing any changes that could have huge repercussions on future evolution. അതായത് ഈ പാസ്റ്റിൽ പോയിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എഫക്ട് ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് പാസ്റ്റിൽ ഒരു ചേഞ്ച് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് നിലത്ത് തൊടാത്ത രീതിയിലുള്ള ഒരു ആന്റി ഗ്രാവിറ്റി ആയിട്ടുള്ള മെറ്റൽ പാത്തിലൂടെ മാത്രം നടക്കുന്നത്. വൈ ഡു ദ ഹണ്ടേഴ്സ് വെയർ ദി ഓക്സിജൻ ഹെൽമെറ്റ്സ്? ഇനി എന്തുകൊണ്ടാണ് ഇവർ ഓക്സിജൻ ഹെൽമെറ്റുകൾ ധരിച്ചിരുന്നത്? ദ ഹണ്ടേഴ്സ് വെയർ ഓക്സിജൻ ഹെൽമെറ്റ്സ് ടു അവോയ്ഡ് ഇൻട്രൊഡ്യൂസിംഗ് ബാക്ടീരിയ ഇൻ ടു ദ പ്യൂർ അറ്റ്മോസ്ഫിയർ ഓഫ് ദി ഏൻഷ്യന്റ് പാസ്റ്റ്. പാസ്റ്റിൽ ഒരു മാറ്റവും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ വരുന്ന കാലഘട്ടത്തിൽ നിന്നുള്ള ബാക്ടീരിയയൊന്നും പാസ്റ്റിലേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഓക്സിജൻ ഹെൽമെറ്റ് ധരിച്ചിരുന്നത്. ഹൗ ഡസ് ലെസ്പെറാൻസ് സെലക്ട് ദി ആനിമൽസ് ദാറ്റ് ക്യാൻ ബി ഹണ്ടഡ്? ഇനി ഈ ട്രാവിസിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ലെസ്പെറാൻസ് എങ്ങനെയാണ് ഹണ്ട് ചെയ്യാൻ പറ്റാവുന്ന ആനിമൽസിനെ സെലക്ട് ചെയ്യുന്നത്? ലെസ്പെറാൻസ് ട്രാക്സ് ദി ആനിമൽസ് ആൻഡ് സെലക്ട്സ് വൺസ് ദാറ്റ് ആർ ഗോയിങ് ടു ഡൈ സൂൺ അണ്ടർ നോർമൽ ജംഗിൾ കണ്ടീഷൻസ്. സ്വാഭാവികമായിട്ടുള്ള കാരണങ്ങളാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ എന്തായാലും മരിക്കുമെന്നുള്ള ദിനോസറുകളെയാണ് അവർ സെലക്ട് ചെയ്യുന്നത്. ഹി ദെൻ ടാഗ്സ് ദീസ് ആനിമൽസ് വിത്ത് പെയിന്റ് ബോംബ്. ഒരു പെയിന്റ് അവരുടെ മേലേക്ക് എറിഞ്ഞുകൊണ്ടാണ് ഈ ആനിമൽസിനെ അവർ മാർക്ക് ചെയ്യുന്നത്. വൈ ആർ ദ ഹണ്ടേഴ്സ് അലൗഡ് ടു കിൽ ദ ദിനോസേഴ്സ് ദാറ്റ് ആർ മാർക്ക്ഡ്? ഇനി പാസ്റ്റിൽ ഒരു മാറ്റം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇവർ മാർക്ക് ചെയ്ത ദിനോസറുകളെ കൊല്ലാൻ അനുവദിക്കുന്നത്? The marked dinosaurs are going to die soon anyway, so killing them leaves only minimal impact on nature. അതായത് ഏതാനും മിനിറ്റുകൾക്കകം സ്വാഭാവികമായിട്ടും മരിക്കാൻ പോകുന്ന ദിനോസറുകളെയാണ് അവർ മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവയെ കൊല്ലുന്നതിലൂടെ ഫ്യൂച്ചറിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നില്ല. വാട്ട് ആർ ദ 3 precautions that Safari INC has taken to prevent any altering of the future? ഇനി ഫ്യൂച്ചറിൽ മാറ്റമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, പാസ്റ്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് സേഫ്റ്റി റിഗാർഡ്സ് ആണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്? 3 കാര്യങ്ങളാണുള്ളത്. ഓൾ ടീം മെമ്പേഴ്സ് സ്റ്റേ ഓൺ ദ മെറ്റൽ പാത്ത് ടു അവോയ്ഡ് ടച്ചിങ് ദ പാസ്റ്റ്. ഒന്ന്, അവർ ഈ എർത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന മെറ്റൽ പാത്തിലൂടെ മാത്രം സഞ്ചരിക്കും, അങ്ങനെ ഒരു പാസ്റ്റിൽ ടച്ച് ചെയ്യുന്നില്ല. ഹണ്ടേഴ്സ് കിൽ ഓൺലി പ്രീ സെലക്ടഡ് ആനിമൽസ് ദാറ്റ് ആർ അബൌട്ട് ടു ഡൈ നാച്ചുറലി. ഇനി സ്വാഭാവികമായിട്ട് മരിക്കാൻ പോകുന്ന ആനിമൽസിനെ മാത്രമാണ് അവർ കൊല്ലുന്നത്. They sterilize their machine, their clothes and bodies and wear oxygen helmets to prevent introducing bacteria into the past. അതുകൂടാതെ
അവരുടെ ഈ വസ്ത്രവും വാഹനവും എല്ലാം അവർ അണുനശീകരണത്തിന് വിധേയമാക്കി ഓക്സിജൻ ഹെൽമെറ്റ് ധരിച്ചിട്ട് അവിടേക്ക് ബാക്ടീരിയ പോകുന്നില്ല എന്നുള്ള കാര്യം കൂടി ഉറപ്പുവരുത്തുന്നു. വാട്ട് ഡസ് ട്രാവിസ് റെഫർ ടു ആസ് ഹിസ് റോയൽ മെജസ്റ്റി? ഇനി റോയൽ മെജസ്റ്റി എന്ന് രാജകീയമായിട്ട് എന്തിനെയാണ് ട്രാവിസ് വിശേഷിപ്പിക്കുന്നത്? ദ ടൈറാനോസറസ് റെക്സ്, നമുക്കറിയാം ആ വലിയ ദിനോസറിനെയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. വാട്ട് മിസ്റ്റേക്ക് ഡസ് എക്കൽസ് മേക്ക് വൈൽ ഹിസ് ഫെല്ലോ ട്രാവലേഴ്സ് ആർ ഹണ്ടിങ്? ഇനി ഇവർ ഹണ്ട് ചെയ്യുന്ന സമയത്ത് എക്കൽസ് എന്ത് മിസ്റ്റേക്ക് ആണ് വരുത്തുന്നത്? എക്കൽ സ്റ്റെപ്സ് ഓഫ് ദ മെറ്റൽ പാത്ത് ആൻഡ് കിൽസ് എ ബട്ടർഫ്ലൈ വിച്ച് ചേഞ്ചസ് ടൈം ആൻഡ് ഹിസ്റ്ററി. ഇയാൾ ആ മെറ്റൽ പാത്തിൽ നിന്ന് പുറത്ത് ചവിട്ടുന്നതിലൂടെ ഒരു ബട്ടർഫ്ലൈനെ അറിയാതെ കൊല്ലുകയും അങ്ങനെ ഈ ഫ്യൂച്ചറിലും ഹിസ്റ്ററിയിലെല്ലാം മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. വൈ കാൺ ദ ഹണ്ടേഴ്സ് ടേക്ക് ദ ദിനോസർ ആസ് എ ട്രോഫി? ഇനി ഇവർ വേട്ടയാടിയതിന്റെ ഓർമ്മയ്ക്ക് ആ ദിനോസറിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാത്ത എന്താണ്? The dinosaur's body must remain where it would have originally died to allow insects, birds and bacteria to live on it. അതായത് ദിനോസർ സ്വാഭാവികമായിട്ട് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മറ്റ് ചെറു പ്രാണികളും ബാക്ടീരിയയും ഒക്കെ വന്ന് ഭക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ ഇവർ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്റ്റിൽ ഒരു മാറ്റം വരുത്തുന്നതിന് തുല്യമായിരിക്കും അത്. അതുകൊണ്ടാണ് അവരത് തിരിച്ചു കൊണ്ടുവരാൻ അനുവദിക്കാത്തത്. വാട്ട് ഡസ് ലാസ്പെറാൻസ് ഓഫർ ബില്ലിങ്സ് ആൻഡ് ക്രാമർ ദാറ്റ് ദേ ടേൺഡ് ഔട്ട്? ഇനി ലാസ്പെറാൻസ് ട്രാവിസിന്റെ അസിസ്റ്റന്റ് എന്താണ് ഇവർക്ക് ഓഫർ ചെയ്യുന്നത് അവർ വേണ്ടാന്ന് പറയുന്നത്? ലാസ്പെറാൻസ് സജസ്റ്റ് ടേക്കിംഗ് എ പിക്ചർ വിത്ത് ഡെഡ് ടൈറാനോസറസ് ബട്ട് ബില്ലിങ്സ് ആൻഡ് ക്രാമർ ടേൺ ഇറ്റ് ഡൗൺ. ആ ദിനോസറിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കുന്ന കാര്യമാണ് അയാൾ ഓഫർ ചെയ്യുന്നത്, പക്ഷെ അവരത് വേണ്ടാന്ന് പറയുന്നു. വൈ ഡസ് ട്രാവിസ് ഫോഴ്സ് എക്കൽസ് ടു റിട്രീവ് ദ ബുള്ളറ്റ്സ് ഫ്രം ദ മോൺസ്റ്റേഴ്സ് ബോഡി? ഇനി ഇവർ ദിനോസറിനെ ഷൂട്ട് ചെയ്തതിനു ശേഷം ആ ബുള്ളറ്റുകൾ തിരിച്ചെടുക്കണമെന്ന് നിർബന്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? The bullets do not belong to the past and their presence could change the course of evolution. ബുള്ളറ്റ്സ് പാസ്റ്റിലുള്ളതല്ല, ഫ്യൂച്ചറിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ളതാണ്. അത് അവിടെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോൺസിക്വൻസസ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് അത് തിരിച്ചെടുക്കാൻ വേണ്ടി പറയുന്നത്. ഹൗ വാസ് എ സൈൻ അറ്റ് ദ ടൈം സഫാരി ഡിഫറെന്റ് വെൻ ദ ഹണ്ടേഴ്സ് റീച്ച്ഡ് ബാക്ക്? ഇനി ഇവർ തിരിച്ചെത്തിയ സമയത്ത് ആ കമ്പനിയുടെ സൈൻ അല്ലെങ്കിൽ അടയാളത്തിന് എന്ത് മാറ്റമാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? ദി ഇംഗ്ലീഷ് വേർഡ്സ് വേർ സ്പെൽഡ് സ്ട്രേഞ്ച്ലി. ഭാഷയിൽ മാറ്റം വന്നിരിക്കുന്നു, ഈ അക്ഷരങ്ങളിലൊക്കെ വ്യത്യാസമാണ് അവർ കാണുന്നത്. വാട്ട് ഡസ് എക്കൽസ് ലേൺ അബൌട്ട് ദി എലക്ഷൻസ് ആഫ്റ്റർ ഹിസ് റിട്ടേൺ? ഇനി തിരിച്ചു വന്ന സമയത്ത് അയാൾ ആ എലക്ഷനെ കുറിച്ചിട്ട് എന്ത് കാര്യമാണ് മനസ്സിലാക്കുന്നത്? എക്കൽസ് ഡിസ്കവേഴ്സ് ദാറ്റ് ഡോൾഷർ ഹാസ് വൺ ദി എലക്ഷൻ ഇൻസ്റ്റെഡ് ഓഫ് കെയ്ത്ത്. ഇവര് പോകുമ്പോൾ ഉണ്ടായിരുന്ന ഇലക്ഷൻ റിസൾട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചിട്ടുള്ളത്. കെയ്ത്ത് പരാജയപ്പെടുകയും ആ ഡിറ്റക്ടർ ആയിട്ടുള്ള സ്ഥാനാർത്ഥി വിജയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വാട്ട് ഡസ് എക്കൽസ് ഫൈൻഡ് ഓൺ ദ ബോട്ടം ഓഫ് ഹിസ് ഷൂസ് ആഫ്റ്റർ ദ സഫാരി? തിരിച്ചു വന്ന സമയത്ത് അയാളുടെ ബൂട്ട്സിന്റെ മുകളിൽ അയാൾ എന്താണ് കാണുന്നത്? എക്കൽസ് ഫൈൻഡ്സ് എ ക്രഷ്ഡ് ബട്ടർഫ്ലൈ ഓൺ ഹിസ് ബൂട്ട്സ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഇറ്റ്സ് ഡെത്ത് ഹാസ് സെറ്റ് ഇൻ മോഷൻ ചേഞ്ചസ് അഫക്ട് ഇൻ ദ പ്രസന്റ്. ആ ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതാണ് അയാൾ ആ ബൂട്ടിന്റെ മുകളിൽ കാണുന്നത്. അതാണ് ഈ ഫ്യൂച്ചറിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള കാരണമെന്ന് അയാൾ തിരിച്ചറിയുന്നു. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് തണ്ടർ അറ്റ് ദി എൻഡ് ഓഫ് ദ സ്റ്റോറി? ഇനി സ്റ്റോറിയുടെ അവസാനത്തിലുള്ള സൗണ്ട് ഓഫ് തണ്ടർ എന്താണ്? ട്രാവിസ് റൈസസ് ഹിസ് ഗൺ ആൻഡ് ദർ ഈസ് എ സൗണ്ട് ഓഫ് തണ്ടർ ഇംപ്ലൈയിങ് ദാറ്റ് എക്കൽസ് ഈസ് ഫാറ്റലി ഷോട്ട്. ട്രാവിസ് എക്കൽസിന്റെ പ്രവൃത്തിയിൽ ദേഷ്യം വന്നുകൊണ്ട് അയാളെ ഷൂട്ട് ചെയ്യുന്നു. അതിന്റെ സൗണ്ടാണ് ഇവിടെ സൗണ്ട് ഓഫ് തണ്ടർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വാട്ട് ഹാപ്പൻസ് ടു എക്കൽസ് അറ്റ് ദി എൻഡ് ഓഫ് ദി സ്റ്റോറി? ഈ കഥയുടെ അവസാനം എക്കൽസിന് എന്താണ് സംഭവിക്കുന്നത്? ട്രാവിസ് ഷൂട്ട്സ് എക്കൽസ് ഫോർ ഡിസൊബേയിങ് ദ റൂൾസ് ഓഫ് ദ ടൈം സഫാരി ആൻഡ് ചേഞ്ചിങ് ദ കോഴ്സ് ഓഫ് എവല്യൂഷൻ. ഇവരുടെ റൂൾസ് തെറ്റിച്ചുകൊണ്ട് ഈ ഫ്യൂച്ചറിൽ മാറ്റം വരുത്തിയതിന്റെ ദേഷ്യത്തിൽ ട്രാവിസ് എക്കൽസിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, വാട്ട് ആർ ദ ടു മെയിൻ സെറ്റിംഗ്സ് ഓഫ് ബ്രാഡ്ബറി സ്റ്റോറി? വാട്ട് ഈസ് അൺയൂഷ്വൽ അബൌട്ട് ബോത്ത് ദ സെറ്റിംഗ്സ്? ഈ കഥയിൽ പ്രധാനമായിട്ടുള്ള രണ്ട് സെറ്റിംഗ്സ് ഏതാണ്? അവയ്ക്കുള്ള ഒരു അസാധാരണമായിട്ടുള്ള സ്വഭാവം എന്താണ്? ടൈം സഫാരി INC ഓഫീസ് ഒന്ന് ഈ ഫ്യൂച്ചറിലുള്ള 2055 ഓഫീസാണ്. ഫ്യൂച്ചറിസ്റ്റിക്. ദി ഓഫീസ് ഈസ് ഫിൽഡ് വിത്ത് അഡ്വാൻസ്ഡ് ടെക്നോളജി ഇൻക്ലൂഡിംഗ് സ്നേക്കിംഗ് വയേഴ്സ്, സ്റ്റീൽ ബോക്സസ് ആൻഡ് ഫ്ലിക്കറിംഗ് ലൈറ്റ്സ്. ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി കാണിക്കുന്ന ഫ്യൂച്ചറിനെ കാണിക്കുന്ന തരത്തിലാണ് ഓഫീസിനെ അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള വയറുകൾ, ബോക്സുകൾ, ലൈറ്റുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ടൈം ട്രാവൽ കേപ്പബിലിറ്റി. The setting includes a time machine that allows people to travel millions of years into the past, which is highly unusual and imaginative. അതുകൂടാതെ തന്നെ ടൈം ട്രാവലിംഗ് എന്നുള്ളൊരു കാര്യം അവിടെ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതും ഈ ഒരു സെറ്റിങ്ങിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു അസാധാരണമായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പിന്നെ അടുത്ത സെറ്റിങ്സ് വരുന്നത് പാസ്റ്റിലാണ്. പ്രീ ഹിസ്റ്റോറിക് ജംഗിൾ 60 million years ago.
60 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ജുറാസിക് എറയാണ് അടുത്ത സെറ്റിംഗിൽ കാണുന്നത്. ദ characters travel back to a time when dinosaurs roamed the earth. Pristine environment. The jungle is untouched by humans with a pure atmosphere and a thriving prehistoric wildlife. മനുഷ്യർ സ്പർശിക്കാത്തൊരു കാലഘട്ടമാണ്. അതിൻ്റെ തന്നെ ഒരു പ്യൂരിറ്റി, ഒരു ശുദ്ധത ആ ഒരു അറ്റ്മോസ്ഫിയറിനുണ്ട്. അതുപോലെ തന്നെ ഈ പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള വൈൽഡ് ആനിമൽസ് ഒക്കെയാണ് അവിടെ ഉള്ളത്. അതും അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ രീതിയിൽ ഒന്ന് ഫ്യൂച്ചറിലും ഒന്ന് പാസ്റ്റിലുമാണ് ഈ കഥയുടെ സെറ്റിങ്സ് വരുന്നത്. ബ്രാഡ്ബറീസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടൈറാനോസറസ് റെക്സ്. ഇനി ആ വലിയ ദിനോസറിനെ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. മെജസ്റ്റിക് ആൻഡ് ടെറിഫൈങ്. The Tyrannosaurus rex is depicted as a colossal and awe-inspiring creature. കൊളോസൽ ആയിട്ടുള്ള, ഭീമാകാരനായിട്ടുള്ള, നമുക്ക് അത്ഭുതം തോന്നിപ്പോകുന്ന ഒരു ഫിഗർ ആയിട്ടാണ് അതിനെ അവതരിപ്പിക്കുന്നത്. ഡീറ്റെയിൽഡ് ഇമേജറി. ബ്രാഡ്ബറി യൂസസ് വിവിഡ് ഇമേജറി ടു ഡിസ്ക്രൈബ് ഇറ്റ് സൈസ്, പവർ ആൻഡ് ഫെറോസിറ്റി, മേക്കിംഗ് ഇറ്റ് ബോത്ത് മെജസ്റ്റിക് ആൻഡ് ഫിയർസം. അതുകൂടാതെ തന്നെ ഡീറ്റെയിൽഡ് ഇമേജറിയിലൂടെ അതിൻ്റെ ആ ഒരു വലിപ്പം, അതിൻ്റെ ശക്തി, അതിൻ്റെ ആ ശൗര്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. Sound of thunder. The dinosaurs' movements are so powerful that they create a sound like thunder, emphasizing its massive presence. അതുകൂടാതെ തന്നെ ഈ ടൈറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്ന സൗണ്ട് ഓഫ് തണ്ടർ ആണ്. ഇടിമുഴക്കം പോലെയാണ് അത് ചുവട് വെക്കുമ്പോൾ ശബ്ദം ഉണ്ടാവുന്നതാണ് പറയുന്നത്. ആ രീതിയിലാണ് ഈ ഒരു ദിനോസറിനെ ഇതിൽ അവതരിപ്പിക്കുന്നത്. ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ആന്റി ഗ്രാവിറ്റി മെറ്റൽ പാത്ത്. ഇനി ഇവർ പാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെറ്റൽ പാത്ത് ഉണ്ട് ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നത്, ആന്റി ഗ്രാവിറ്റി ആയിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? പ്രിവെന്റിംഗ് ഇന്റർഫിയറൻസ്. ദ പാത്ത് ഈസ് ഡിസൈൻ ടു കീപ് ദ ഹണ്ടേഴ്സ് ഫ്രം ടച്ചിങ് ദ ഗ്രൗണ്ട്, പ്രിവെന്റിംഗ് എനി ഇന്ററാക്ഷൻ വിത്ത് ദി എൻവയോൺമെന്റ്. ഈ പാസ്റ്റിലുള്ള എൻവയോൺമെന്റിൽ അവർ സ്പർശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു മെറ്റൽ പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അവോയ്ഡിങ് ചേഞ്ചസ്. By staying on the path, they avoid making any changes to the past that could affect the future. ഇനി ആ ഒരു മെറ്റൽ പാത്തിൽ നിൽക്കുന്നതിലൂടെ അവർ ഈ പാസ്റ്റിൽ സ്പർശിക്കാതിരിക്കുകയും അങ്ങനെയുള്ള ഒരു ചേഞ്ചസും അഫക്ട്സും ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യും. സിംബൽ ഓഫ് കൺട്രോൾ. ദ പാത്ത് റെപ്രസെന്റ്സ് ദ കൺട്രോൾ ആൻഡ് കോഷൻ നെസസറി വെൻ ഡീലിംഗ് വിത്ത് ടൈം ട്രാവൽ. കൂടാതെ ടൈം ട്രാവൽ ചെയ്യുമ്പോൾ എത്രമാത്രം കൺട്രോൾ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ കൂടിയാണ് ഈ ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഈ മെറ്റൽ പാത്ത് ഉള്ളത്. കാരണം പാസ്റ്റിൽ സ്പർശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ഹൗ ഡസ് എക്കൽസ് റിയാക്ട് വെൻ ഹി കൺഫ്രണ്ട്സ് ദ ദിനോസർ. ഇനി ദിനോസറിനെ കാണുന്ന സമയത്ത് എക്കൽസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഫിയർ ആൻഡ് ഓ. എക്കൽസ് ഈസ് ഓവർവെൽംഡ് ബൈ ഫിയർ ആൻഡ് ഓ വെൻ ഹി സീസ് ദ ടൈറാനോസറസ് റെക്സ്. ആ വലിയ ദിനോസറിനെ കാണുന്ന സമയത്ത് അയാൾക്ക് ഒന്ന് ഭയം ഉണ്ടാവുന്നുണ്ട്, കൂടാതെ അതിൻ്റെ ആ വലിപ്പം കണ്ടിട്ട് അയാൾക്ക് അത്ഭുതവും തോന്നുന്നുണ്ട്. പാനിക്. ഹി പാനിക്സ് ആൻഡ് ലോസസ് ഹിസ് നെർവ് റിയലൈസിംഗ് ഹി കനോട്ട് ഷൂട്ട് ദ ദിനോസർ. അതുകൂടാതെ തന്നെ ഇയാൾക്ക് ഒരു പാനിക് ഉണ്ടാവുന്നു, ഇയാൾക്ക് ആ ദിനോസറിനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇയാൾ തിരിച്ചറിയുന്നു. റിട്രീറ്റ്. എക്കൽ സ്റ്റെപ്സ് ഓഫ് ദ പാത്ത് ഇൻ ഹിസ് പാനിക്, ഡിസൊബോയിങ് ദ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ടു ഹിം. അതുകൂടാതെ തന്നെ ആ ഒരു പാനിക്കിൽ, ആ ഒരു വെപ്രാളത്തിൽ അയാൾ തിരിച്ചു പോകുന്ന സമയത്ത് ആ മെറ്റൽ പാത്തിന്റെ പുറത്ത് അയാൾ ചവിട്ടുകയും അവിടെയുള്ള ഇൻസ്ട്രക്ഷൻസ് തെറ്റിക്കുകയും ചെയ്യുന്നു. ബ്രാഡ്ബറീസ് കൺസേൺ ഓവർ ഒതോറിറ്റേറിയൻ ഗവൺമെന്റ്സ് ആസ് പോർട്രേഡ് ഇൻ ദ സ്റ്റോറി. ഇനി ഈ സ്റ്റോറിയിലൂടെ എഴുത്തുകാരന് ഏകാധിപത്യ ഭരണകൂടങ്ങളോടുള്ള കൺസേൺ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? എലക്ഷൻ ഓഫ് ഡൂഡ്ഷർ. ദ സ്റ്റോറി കോൺട്രാസ്റ്റ് ദ ഡെമോക്രാറ്റിക് ലീഡർ കെയ്ത്ത് വിത്ത് ദി ഒതോറിറ്റേറിയൻ ഡൂഡ്ഷർ who represents anti-human, anti-intellectual and dictatorial traits. നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത് തുടക്കത്തിൽ കെയ്ത്ത് എന്ന പേരുള്ള ഡെമോക്രാറ്റ് ആണ് വിജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇവർ തിരിച്ചു വരുന്ന സമയത്ത് അത് മാറിക്കൊണ്ട് ഡിക്റ്റേറ്റർ ആയിട്ടുള്ള ഡൂഷർ അവിടെ വിജയിച്ചിരിക്കുകയാണ്. സബ്റ്റിൽ ചേഞ്ചസ്. The shift in leadership after Eccles' mistake shows how small actions can lead to the rise of authoritarianism. അപ്പോൾ ഇയാള് എക്കൽസ് പാസ്റ്റിലേക്ക് പോയിട്ട് ഒരു ബട്ടർഫ്ലൈനെ കൊന്നു എന്നുള്ള ചെറിയൊരു സംഭവം കൊണ്ടാണ് ഇവിടെ ഇത്രയും വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും എങ്ങനെയാണ് ഈ ഏകാധിപതികളുടെ വളർച്ചയ്ക്ക് കാരണമാവുക എന്നൊരു സിമ്പിളായിട്ട് നമുക്കത് കാണാൻ കഴിയും. വാർണിംഗ്. Bradbury uses the story as a warning against the dangers of totalitarian regimes and the importance of individual actions. ഓരോരുത്തരുടെ പ്രവൃത്തികൾക്കും എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യമാണ് അവിടെ കാണിക്കുന്നത്. ഒരാളുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും ഇതുപോലെ ഏകാധിപതികളുടെ വളർച്ചയ്ക്ക് കാരണമാകും എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് ഈ കഥയിൽ നമ്മളത് കാണുന്നത്. ഹൗ ഡസ് എക്കൽസ് ചേഞ്ച് ദ കോഴ്സ് ഓഫ് ഹിസ്റ്ററി. ഇനി എക്കൽസ് എങ്ങനെയാണ് ചരിത്രത്തിന് മാറ്റം വരുത്തുന്നത്? സ്റ്റെപ്പിംഗ് ഓഫ് ദ പാത്ത്. എക്കൽ സ്റ്റെപ്സ് ഓഫ് ദ ഡെസിനേറ്റഡ് പാത്ത് ഇൻഅഡ്വർട്ടന്റ്ലി കില്ലിംഗ് എ ബട്ടർഫ്ലൈ.
ആ മെറ്റൽ പാത്തിന്റെ പുറത്ത് ചവിട്ടിക്കൊണ്ട് അറിയാതെ അയാൾ ഒരു ബട്ടർഫ്ലൈനെ കൊല്ലുന്നുണ്ട്. ബട്ടർഫ്ലൈ എഫക്ട്. ദ സീമിംഗ്ലി മൈനർ ആക്ഷൻ സെറ്റ്സ് ഓഫ് എ ചെയിൻ റിയാക്ഷൻ ദാറ്റ് ആൾട്ടേഴ്സ് ദ കോഴ്സ് ഓഫ് ഹിസ്റ്ററി. അങ്ങനെ ഈ ഒരു ചെറിയ സംഭവത്തിന്റെ പുറകിൽ വലിയ ചെയിൻ റിയാക്ഷൻസ് ഉണ്ടാവുന്നു. അങ്ങനെ അതുമൂലം ഈ ചരിത്രം തന്നെ മാറിപ്പോകുന്നതാണ് കാണുന്നത്. Changes in the present. Upon returning to the present, Eccles finds that the language has changed and Dusher has won the election, indicating significant alteration to society. തിരിച്ചു വരുന്ന സമയത്ത് ലാംഗ്വേജിൽ മാറ്റമുള്ളതായിട്ടും അതുപോലെ തന്നെ ആ എലക്ഷൻ റിസൾട്ടിൽ മാറ്റമുള്ളതായിട്ടും അവിടെ കാണുന്നുണ്ട്. ആ രീതിയിൽ ഈ പാസ്റ്റിൽ പോയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ് ഇയാൾ ഹിസ്റ്ററി മാറ്റുന്നത്. ഹൗ ഡസ് എ സൗണ്ട് ഓഫ് തണ്ടർ എൻഡ്? ഇനി കഥ എങ്ങനെ അവസാനിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. Realization of impact. Eccles realizes the magnitude of his actions when he sees the crushed butterfly on his shoe. അയാളുടെ ആ ഷൂവിന്റെ മുകളിൽ ആ ബട്ടർഫ്ലൈ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്ന കാണുമ്പോൾ അയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അയാളുടെ മിസ്റ്റേക്കിന്റെ ഫലമായിട്ടാണ് ഫ്യൂച്ചറിൽ ഇവിടെ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ട്രാവിസ് ഇസ് ആങ്കർ. ട്രാവിസ് ഇസ് ഫ്യൂരിയസ് വിത്ത് എക്കൽസ് ഫോർ ചേഞ്ചിങ് ദ കോഴ്സ് ഓഫ് ഹിസ്റ്ററി. ട്രാവിസ് സ്വാഭാവികമായിട്ടും അവരുടെ ഗൈഡ് ഇയാളുടെ പ്രവൃത്തിയിൽ വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട്. ഇംപ്ലൈഡ് ഗൺഷോട്ട്. The story ends with the sound of thunder, implying that Travis shoots Eccles in a fit of rage. ഇനി ട്രാവിസ് ആ ഗൺ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു സൗണ്ട് ഓഫ് തണ്ടർ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ അവസാനിപ്പിക്കുന്നത്. അതായത് ട്രാവിസ് എക്കൽസിനെ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഈ കഥ നമ്മൾ അവസാനിക്കുന്നതായിട്ട് കാണുന്നത്. ദ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കൺസെപ്റ്റ്. The butterfly effect refers to the idea that small actions can have large unpredictable consequences. അതായത് ചെറിയ ഓരോ കാര്യങ്ങൾക്കും പ്രവൃത്തികൾക്കും പോലും വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു കൺസെപ്റ്റാണ് ബട്ടർഫ്ലൈ എഫക്റ്റിൽ പറയുന്നത്. സിംബോളിസം. ദ ക്രഷ്ഡ് ബട്ടർഫ്ലൈ ഇൻ ദ സ്റ്റോറി സിംബലൈസസ് ഹൗ എക്കൽസ് സ്മോൾ മിസ്റ്റേക്ക് ലീഡ്സ് ടു മേജർ ചേഞ്ചസ് ഇൻ ദ പ്രസന്റ്. ഇനി ഇയാൾ അവിടെ പാസ്റ്റിൽ പോയിട്ട് ഒരു ബട്ടർഫ്ലൈനെ അറിയാതെ കൊല്ലുന്നു. അത് ഈ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റിന്റെ സിംബലായിട്ട് ഈ പ്രസന്റിൽ ഇവർ തിരിച്ചു വരുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് അവർ കാണുന്നുണ്ട്. ഇന്റർകണക്റ്റഡ്നെസ്. ഇറ്റ് ഹൈലൈറ്റ്സ് ദ ഇന്റർകണക്റ്റഡ്നെസ് ഓഫ് ഇവന്റ്സ് ആൻഡ് ദ പൊട്ടൻഷ്യൽ ഫോർ സീമിംഗ്ലി ഇൻസിഗ്നിഫിക്കന്റ് ആക്ഷൻസ് ടു ആൾട്ടർ ദ കോഴ്സ് ഓഫ് ഹിസ്റ്ററി. ഇനി ഇന്റർകണക്റ്റഡ്നെസ്, ഓരോ കാര്യങ്ങളും എത്രമാത്രം ആണ് പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ ചെറിയ സംഭവങ്ങൾ പോലും വലിയ വലിയ കോൺസിക്വൻസസ് ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു യാത്ര പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ എഴുന്നേൽക്കാൻ കുറച്ച് വൈകി അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ കുറച്ച് വൈകി എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബസ് മിസ്സാവാം. ഇൻ കേസ് ആ ബസ് ഒരു ആക്സിഡന്റിൽ പെട്ട് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഓ നമ്മൾ ലേറ്റ് ആയത് നന്നായി എന്നുള്ള രീതിയിൽ. ആ രീതിയിലാണ് ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് പറയുന്നത്. ചെറിയ ചെറിയ സംഭവങ്ങൾക്ക് പോലും വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാം എന്നുള്ള രീതിയിൽ. How does the discussion about the mice foreshadow the conclusion of the story? ഇനി ഇവർ പാസ്റ്റിൽ പോകുന്ന സമയത്ത് അവിടെ പോയിട്ട് എലിയെ പോലും കൊല്ലരുത് എന്നുള്ള രീതിയിലൊരു ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അത് ഈ കഥയുടെ ക്ലൈമാക്സിലേക്കുള്ള ഒരു സൂചന എങ്ങനെയാണ് നൽകുന്നത്? ചെയിൻ റിയാക്ഷൻ. The discussion explains how killing a mouse could lead to the extinction of a species, demonstrating the potential impact of small actions. അവിടെ ഒരു എലിയെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എലി മാത്രമല്ല മരിക്കുന്നത്, ആ എലിയുടെ പിന്നീടുള്ള തലമുറയിൽ ജനിക്കാൻ പോകുന്ന എലികൾ പോലും ഇല്ലാതെയാകും. അപ്പോൾ ആ എലികളെ ഭക്ഷിച്ചിരുന്ന ജീവികൾക്ക് ഭക്ഷണം കിട്ടാതെയാവും എന്നുള്ള രീതിയിൽ വലിയ വലിയ കോൺസിക്വൻസസ് ആയിട്ടുള്ള ചെയിൻ റിയാക്ഷൻ ആണ് അത് ഉണ്ടാക്കുക എന്നാണ് അവിടെ പറയുന്നത്. ഫോർ ഷാഡോവിങ്. ഇറ്റ് ഫോർ ഷാഡോസ് ഹൗ എക്കൽസ് മിസ്റ്റേക്ക് ദോ സീമിംഗ്ലി മൈനർ ലീഡ്സ് ടു സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ഇൻ ദ പ്രസന്റ്. ആ രീതിയിലാണ് ഈ ഒരു ബട്ടർഫ്ലൈനെ അവിടെ കൊല്ലുന്നതിലൂടെ എത്ര വലിയ ചെയിൻ റിയാക്ഷൻസ് ആണ് ഉണ്ടാവുക എന്നുള്ളൊരു സൂചന നമുക്ക് മുൻകൂട്ടി നൽകുന്നത്. തീം. ഇറ്റ് റീഇൻഫോഴ്സസ് ദ തീം ഓഫ് ദ ബട്ടർഫ്ലൈ എഫക്ട് ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എവറി ആക്ഷൻ ഇൻ ദ ടൈം ലൈൻ. അപ്പോൾ ഈ ബട്ടർഫ്ലൈ എഫക്ട് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ആ സംഭവത്തിന് മുമ്പ് തന്നെ ഈ കഥയിൽ പരിചയപ്പെടുത്തി തരികയാണ് ഈ മൈസിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ഡിസ്കഷനിലൂടെ. അങ്ങനെയാണ് അത് ഈ ഒരു സ്റ്റോറിയുടെ ക്ലൈമാക്സിലേക്കുള്ള ഒരു ഫോർ ഷാഡോവിങ് ആവുന്നത്. ഹു ഈസ് ട്രാവിസ്? ഡിസ്ക്രൈബ് ഹിസ് ക്യാരക്ടർ. ഇനി ഈ കഥയിൽ ആരാണ് ട്രാവിസ്, അയാളുടെ ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. സഫാരി ലീഡർ. ട്രാവിസ് ഇസ് എ ലീഡർ ഓഫ് ദ ടൈം സഫാരി. ഈ സഫാരിയിലെ ടൂറിസ്റ്റ് ഗൈഡ് ലീഡറാണ് ഈ ട്രാവിസ് എന്ന് പറയുന്ന കഥാപാത്രം. അതോറിറ്റേറ്റീവ്. ഹി സ്ട്രിക്റ്റ് ആൻഡ് അതോറിറ്റേറ്റീവ്, എംഫസൈസിങ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫോളോവിങ് ദ റൂൾസ്. ഇയാള് ഒരു കർക്കശക്കാരനായിട്ടുള്ള വ്യക്തിയാണ്. ഈ റൂൾസ് കൃത്യമായിട്ട് പാലിക്കേണ്ടതിനെ കുറിച്ചിട്ട് അയാൾ സ്ഥിരമായിട്ട് പറയുന്നുണ്ട്. എക്സ്പീരിയൻസ്ഡ്.
ട്രാവിസ് ഈസ് നോളജബിൾ അബൌട്ട് ടൈം ട്രാവൽ ആൻഡ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ കോൺസിക്വൻസസ്. ഇനി ഇയാൾ അറിവുള്ള ഒരു വ്യക്തിയാണ്. ടൈം ട്രാവലിന്റെ ഡേഞ്ചേഴ്സും കോൺസിക്വൻസസും ഒക്കെ എന്താണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് അയാൾക്ക് അറിയാം. റെസ്പോൺസിബിൾ. He takes his responsibilities seriously, ensuring the safety of the group and the integrity of the timeline. അതുകൂടാതെ അയാൾ റെസ്പോൺസിബിൾ ആണ്. അയാൾ ഈ ഗ്രൂപ്പിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതുപോലെ തന്നെ അവരുടെ സേഫ്റ്റിയും ഈ ടൈം ലൈൻ മാറാതിരിക്കുന്ന ഒരു കാര്യവും അയാൾ ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നുണ്ട്. റിയാക്ഷൻ ടു എക്കൽസ്. He becomes furious when Eccles disobeys the rules, showing his commitment to preserving the past. ഇനി എക്കൽസ് ഈ റൂൾ ഡിസൊബേ ചെയ്യുന്ന സമയത്ത് ഇയാൾ വളരെ ദേഷ്യപ്പെടുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ ഇയാൾ എത്രമാത്രം കമ്മിറ്റഡ് ആണ് ഈ റൂൾസിനോട് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് അയാളുടെ ക്യാരക്ടറിൽ കാണുന്നുണ്ട്. അപ്പോൾ പൊതുവിൽ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റിയും അതുപോലെ തന്നെ അതോറിറ്റേറ്റീവും പിന്നെ എക്സ്പീരിയൻസ്ഡും നോളജബിളും റെസ്പോൺസിബിളും ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ട്രാവിസിനെ കാണുന്നത്. ബ്രാഡ്ബറീസ് യൂസ് ഓഫ് മെറ്റഫേഴ്സ് ഇൻ ദ സ്റ്റോറി. ഇനി ഈ സ്റ്റോറിക്കകത്ത് മെറ്റഫേഴ്സ് എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നതാണ് ചോദിക്കുന്നത്. സൗണ്ട് ഓഫ് തണ്ടർ. The title and the recurring metaphor of thunder symbolize the powerful and far-reaching consequences of the characters' actions. ഇനി ഇടിമുഴക്കം അല്ലെങ്കിൽ സൗണ്ട് ഓഫ് തണ്ടർ എന്നുള്ള കാര്യം ഈ സ്റ്റോറിയുടെ ടൈറ്റിലും അതുപോലെ തന്നെ സ്റ്റോറിയിൽ ഉടനീളവും ആവർത്തിക്കും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രവൃത്തിയുടെയും പ്രത്യാഘാതങ്ങൾ കോൺസിക്വൻസസ് എത്ര വലുതാണ് എന്നുള്ളതിൻ്റെ ഒരു മെറ്റഫറാണ് ഈ സൗണ്ട് ഓഫ് തണ്ടർ എന്ന് പറയുന്നത്. പാത്ത് ആസ് എ ലൈഫ് ലൈൻ. The anti-gravity path is a metaphor for the delicate balance of time and the careful control needed to prevent disruptions. ഇനി ഇവര് ഒരു മെറ്റൽ പാത്ത് ആണ് അവിടെ ഉപയോഗിക്കുന്നത് പാസിൽ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ടൈം എന്ന് പറയുന്നത് എത്രമാത്രം ദുർബലമാണ്, ഡെലിക്കറ്റ് ആണ് എന്നുള്ളൊരു കാര്യം അവിടെ ആ ഒരു മെറ്റഫറിലൂടെ കാണിക്കുന്നു. ബട്ടർഫ്ലൈ. The butterfly symbolizes the fragility of the timeline and the profound impact of small actions. ഇനി ഇയാൾ അവിടെ യാദൃശികമായിട്ട് കൊല്ലുന്ന ബട്ടർഫ്ലൈ നമുക്കറിയാം ബട്ടർഫ്ലൈ എഫക്റ്റിന്റെ, അതായത് ചെറിയ പ്രവൃത്തികൾക്ക് പോലും എത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ളതിന്റെ ഒരു സിമ്പിൾ ആയിട്ടാണ് വരുന്നത്. അറ്റംപ്റ്റ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് എക്കൽസ്. ഇനി നമുക്കിതിലെ പ്രധാന കഥാപാത്രം എക്കൽസിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ് ചോദിക്കുന്നത്. അഡ്വഞ്ചറസ്. എക്കൽസ് ഇസ് എൻ അഡ്വഞ്ചറസ് ക്യാരക്ടർ ഈഗർ ടു എക്സ്പീരിയൻസ് ദ ത്രിൽ ഓഫ് ഹണ്ടിങ് എ ഡിനോസർ. അപ്പൊ ഇയാൾ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരാളാണ്. അഡ്വഞ്ചറുകൾ ഇഷ്ടപ്പെടുന്ന, ഇങ്ങനെ ഹണ്ടിങ് ഇഷ്ടപ്പെടുന്ന, ഡിനോസറിനെയൊക്കെ ഹണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ഇയാൾ. വെൽത്തി. ഹി ഈസ് വില്ലിംഗ് ടു പേ എ സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് മണി ഫോർ ദ സഫാരി. ഇനി $10,000 എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയാണ്. അപ്പോൾ അത്ര പണമൊക്കെ അതിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയുന്ന വെൽത്തി ആയിട്ടുള്ള ഒരാളാണ് ഇയാൾ. ഫിയർഫുൾ. ഡിസ്പൈറ്റ് ഹിസ് ഇനീഷ്യൽ എന്തൂസിയാസം ഹി ഈസ് ഓവർവെൽംഡ് ബൈ ദ ഫിയർ വെൻ ഹി കൺഫ്രണ്ടഡ് വിത്ത് ഡിനോസർ. ഇനി അയാൾക്ക് ഭയമുണ്ട്. ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആളാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഡിനോസറിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അയാൾക്ക് ഭയം വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇറസ്പോൺസിബിൾ. എക്കൽസ് പാനിക് ലീഡ്സ് ഹിം ടു ഡിസൊബേ ദ റൂൾസ് കോസിങ് സിഗ്നിഫിക്കന്റ് കോൺസിക്വൻസസ്. ഇനി ആ ഒരു സമയത്ത് ഇയാൾ പാനിക് ചെയ്യുന്ന സമയത്ത് ആ മെറ്റൽ പാത്തിൽ നിന്ന് അയാൾ പുറത്തു കടക്കുകയും അവിടെ ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ബിഹേവിയർ ആണ് നമ്മൾ ആ ഒരു സിറ്റുവേഷന്റെ സീരിയസ്നെസ് ഉൾക്കൊള്ളാത്ത ഒരു പെരുമാറ്റമാണ് നമ്മൾ അയാളിൽ കാണുന്നത്. Regretful. He realizes the impact of his actions and is filled with regret when he returns to the altered present. ഇനി ഇയാൾക്ക് പശ്ചാത്താപമുണ്ട്. തിരിച്ചു വരുന്ന സമയത്ത് അയാൾക്ക് അയാളുടെ പ്രവൃത്തിയുടെ ഒരു എഫക്റ്റ് മനസ്സിലാവുന്നുണ്ട്. അതിൽ അയാൾ പശ്ചാത്തപിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ രീതിയിൽ അഡ്വഞ്ചറസ്, അതുപോലെ തന്നെ വെൽത്തി, ഇറസ്പോൺസിബിൾ, റിഗ്രറ്റ്ഫുൾ തുടങ്ങിയിട്ടുള്ളതാണ് ഇയാളുടെ ക്യാരക്ടറിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിന്റ്സ്. സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി എ സൗണ്ട് ഓഫ് തണ്ടർ. ഇനി ഈ സ്റ്റോറിയുടെ ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിക്കുന്നത്. തണ്ടർ ആസ് എ മെറ്റഫർ. ദ സൗണ്ട് ഓഫ് തണ്ടർ സിംബലൈസസ് ദ പവർഫുൾ ആൻഡ് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ഓഫ് ദ ക്യാരക്ടേഴ്സ് ആക്ഷൻസ്. ഒരാളുടെ പ്രവൃത്തിക്ക് എത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ആ ഇടിമുഴക്കം അല്ലെങ്കിൽ സൗണ്ട് ഓഫ് തണ്ടർ എന്നുള്ള ഒരു മെറ്റഫറിൽ നമ്മൾ കാണുന്നത്. ഇംപ്ലൈഡ് ഗൺ ഷോട്ട്. The title foreshadows the ending where the sound of thunder implies Eccles is shot by Travis. ഇനി കഥയുടെ ക്ലൈമാക്സിൽ നമ്മൾ ഈ സൗണ്ട് ഓഫ് തണ്ടർ കാണുന്നുണ്ട്. ട്രാവിസ് എക്കൽസിനെ ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു സൗണ്ട് ഓഫ് തണ്ടറിലൂടെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇമോഷണൽ ഇമ്പാക്ട്. ദ ടൈറ്റിൽ ഇവോക്സ് എ സെൻസ് ഓഫ് ഓ ആൻഡ് ഫോർബോർഡിംഗ്, സെറ്റിംഗ് ദ ടോൺ ഫോർ ദ സ്റ്റോറീസ് എക്സ്പ്ലോറേഷൻ ഓഫ് ടൈം ട്രാവൽ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. ഇനി നമുക്കറിയാം ഇടിമുഴക്കം എന്നൊക്കെ പറയുന്നത് ഒരു ഇമോഷണൽ ആയിട്ട് നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ തരുന്ന ഒരു ടൈറ്റിലാണ്. അപ്പൊ ആ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു തീമാണ് ഈ കഥയിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് കൂടി ഈ ഒരു ടൈറ്റിൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം,
Through the device of time travel, Bradbury's story, A Sound of Thunder, shows the impact of human interference in the environment elucidated. ഈ ടൈം ട്രാവൽ എന്നുള്ള ഒരു തീമിലൂടെ മനുഷ്യർ എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ഈ പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചിട്ട് ഈ കഥയിൽ പറയുന്നുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടൈം ട്രാവൽ ആസ് എ പ്ലോട്ട് ഡിവൈസ്, കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. Time travel allows Bradbury to explore the consequences of human actions on different temporal scales. അതായത് ഈ ഡിഫറെന്റ് സ്കെയിലിൽ ഇത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൈം ട്രാവൽ സഹായിക്കുന്നു. ഒരു ഉദാഹരണത്തിന്, ഇന്ന് നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ എൻവയോൺമെന്റിൽ എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് കുറെ കാലങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മൾ അനുഭവിക്കുക. ഇവിടെ ടൈം ട്രാവലിൽ പാസ്റ്റിലേക്ക് പോയിട്ട് ഒരു ഇടപെടൽ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന്റെ റിസൾട്ട് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ ടൈം ട്രാവൽ ആ ഒരു ഉദ്ദേശത്തിൽ എഫക്റ്റീവ് ആണ്. ഇനി ഹ്യൂമൻ ഇന്റർഫിയറൻസ്. The story demonstrates how seemingly insignificant actions, such as stepping on a butterfly, can have profound effects on the environment and future events. നമുക്കറിയാം, ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത് എൻവയോൺമെന്റുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതാണ്. ഈ പരാഗണത്തിനൊക്കെ സഹായിക്കുന്ന ഒരു സ്പീഷീസ് ആണ്. അപ്പോൾ ആ രീതിയിൽ ഒരു ബട്ടർഫ്ലൈനെ പോലും നമ്മൾ കൊല്ലുക എന്ന് പറയുന്നത് എത്ര വലിയ ഇമ്പാക്റ്റ് ആണ് ഈ ഫ്യൂച്ചറിൽ ഉണ്ടാക്കുക, എൻവയോൺമെന്റിൽ ഉണ്ടാക്കുക എന്നുള്ള കാര്യം ഈ സ്റ്റോറിയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ബട്ടർഫ്ലൈ എഫക്റ്റ് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, സ്മോൾ ആക്ഷൻസ്, ബിഗ് കോൺസിക്വൻസസ്. The death of a single butterfly leads to significant changes in the future, illustrating the interconnectedness of ecosystems and timelines. അപ്പോൾ ഒരു ബട്ടർഫ്ലൈ മരിക്കുമ്പോൾ ആ ഒരു ബട്ടർഫ്ലൈ മാത്രമല്ല മരിക്കുന്നത്, അതിൻ്റെ അടുത്ത തലമുറയിൽ വരാനിരിക്കുന്ന ബട്ടർഫ്ലൈസ് കൂടി അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മറ്റു കാര്യങ്ങൾ കൂടിയാണ് ഇല്ലാതാവുന്നത്. ആ രീതിയിൽ ബട്ടർഫ്ലൈ എഫക്റ്റ് അവിടെ അവതരിപ്പിക്കുന്നതിലൂടെ ഈ മനുഷ്യരുടെ ഇടപെടൽ എങ്ങനെയാണ് എൻവയോൺമെന്റിനെ ബാധിക്കുക എന്നുള്ള കാര്യം അവിടെ കാണിക്കുന്നുണ്ട്. റിപ്പിൾ ഇഫക്റ്റ്. Bradbury uses the butterfly effect to show how delicate and balance of nature is and how human interference can disrupt this balance. അപ്പോൾ ഈ നേച്ചറിലെ ബാലൻസ് എന്ന് പറയുന്നത് എത്ര ദുർബലമാണെന്നുള്ളതും അതിൽ എത്ര എളുപ്പത്തിൽ മനുഷ്യർക്ക് നാശം വരുത്താൻ കഴിയും എന്നുള്ളൊരു കാര്യവും ഈ ഒരു ഇൻസിഡന്റിലൂടെ കാണിക്കുന്നുണ്ട്. ഇനി എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് ആണ്. ഡെലിക്കേറ്റ് എക്കോസിസ്റ്റംസ്. The story emphasizes that ecosystems are intricate and finely tuned. നമ്മൾ നേരത്തെ പറയുകയുണ്ട്, നാച്ചുറൽ ബാലൻസ് എന്ന് പറയുന്നത് എത്ര ദുർബലമാണെന്നുള്ളത്. ഈവൻ മൈനർ ഡിസ്റപ്ഷൻസ് ക്യാൻ കോസ് കാസ്കേഡിംഗ് എഫക്ട്സ്. അതുകൊണ്ട് തന്നെ ഈ എക്കോസിസ്റ്റംസിൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയാൽ പോലും അത് വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യം ഈ സ്റ്റോറി കാണിക്കുന്നുണ്ട്. ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി. ബൈ ഹൈലൈറ്റിംഗ് ദ കോൺസിക്വൻസസ് ഓഫ് എക്ലിസിസ് ആക്ഷൻസ്, ബ്രാഡ്ബറി അണ്ടർസ്കോർസ് ദ റെസ്പോൺസിബിലിറ്റി ഹ്യൂമൻസ് ഹാവ് ഇൻ പ്രിസർവിംഗ് ദി എൻവയോൺമെന്റ്. അപ്പോൾ ഈ ബ്രാഡ്ബറി ഒരു ബട്ടർഫ്ലൈനെ കൊന്നതിലൂടെ എത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യമാണ് ഈ കഥയിൽ കാണിക്കുന്നത്. അതിലൂടെ മനുഷ്യരെ എൻവയോൺമെന്റുമായി ഡീൽ ചെയ്യുമ്പോൾ എത്ര ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം ഈ കഥയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ത്രൂ ദ സ്റ്റോറി എ സൗണ്ട് ഓഫ് തണ്ടർ, ബ്രാഡ്ബറി വാൺസ് ഓഫ് ദ ഡേഞ്ചേഴ്സ് ഓഫ് അബ്യൂസിങ് ടെക്നോളജി. ഇനി ഈ കഥയിലൂടെ ടെക്നോളജി ദുരുപയോഗം ചെയ്യുക എന്നുള്ളൊരു തീം കൂടി അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അഡ്വാൻസ്ഡ് ടെക്നോളജി, ടൈം ട്രാവൽ. The story revolves around the use of advanced technology that allows humans to travel back in time, presenting both the marvel and the peril of such technological capabilities. അപ്പോൾ ടൈം ട്രാവൽ എന്നുള്ളൊരു ടെക്നോളജിയെ കുറിച്ചിട്ടാണ് ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ എത്രമാത്രം അനന്തമാണ് ഈ ടെക്നോളജിയുടെ സാധ്യതകൾ എന്നുള്ളൊരു കാര്യത്തെ കുറിച്ചിട്ട് ഈ സ്റ്റോറിയിൽ സൂചിപ്പിക്കുന്നു. കൊമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ. Time Safari Inc. commercializes the time travel for hunting expeditions, reflecting how technological advancements can be misused for profit. ഇനി ഇവിടെ ഈ ടെക്നോളജി ഉപയോഗിക്കുന്ന ലാഭത്തിന് വേണ്ടിയിട്ടാണ്. അതായത് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല പല ടെക്നോളജികളും ഉപയോഗിക്കുന്നത്. ഈ കമ്പനികളുടെ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ ടെക്നോളജി ഉപയോഗിക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ടൈം ട്രാവൽ ഉപയോഗിക്കുക എന്നുള്ള ഒരു സിമ്പിളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. കോൺസിക്വൻസസ് ഓഫ് അബ്യൂസ്. ഇനി അത് ദുരുപയോഗം ചെയ്യുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ ഈ കഥയിൽ കാണുന്നുണ്ട്. ഡിസ്റപ്ഷൻ ഓഫ് ടൈം. The misuse of time travel leads to unintended and disastrous consequences, highlighting the potential dangers of tampering with natural laws. അപ്പോൾ ഈ ഒരു ടൈം ട്രാവലിലൂടെ ഇവര് ഈ ഫ്യൂച്ചറിൽ ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ടാക്കുന്നതായിട്ടാണ് നമ്മൾ ഈ കഥയിൽ കാണുന്നത്. അപ്പോൾ നാച്ചുറൽ ലോ അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ അനാവശ്യമായിട്ട് ടെക്നോളജി ഉപയോഗിച്ച് ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന കോൺസിക്വൻസസ് എന്നുള്ളൊരു സിമ്പിളായിട്ട് നമുക്കത് കാണാവുന്നതാണ്. ആൾട്ടേർഡ് പ്രസന്റ്. Eccles's actions result in a drastically altered present, illustrating the unpredictable outcomes of abusing technology. അതുകൂടാതെ തന്നെ
ഈ ഒരു പ്രസന്റിൽ ഒരുപാട് മാറ്റം ഉണ്ടായതായിട്ടാണ് ഈ ഒരു ടൈം ട്രാവലിന്റെ ഫലമായിട്ട് ഈ കഥയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നോളജിയുടെ ദുരുപയോഗം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്തേക്കുള്ള ഫലങ്ങളായിരിക്കും സൃഷ്ടിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഈ കഥയിൽ പറഞ്ഞു വെക്കുന്നു. കോഷണറി ടെയിൽ, ആ രീതിയിലുള്ള ഒരു വാർണിംഗ് ആണ് ഈ സ്റ്റോറിക്കകത്ത് വരുന്നത്. വാർണിംഗ് അഗെയിൻസ്റ്റ് ഹുബ്രിസ്. ഹുബ്രിസ് എന്ന് പറയുന്നത് ഒരാളുടെ ക്യാരക്ടറിലുള്ള ഒരു വീക്ക്നെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ബ്രാഡ്ബറി വാൺസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ഹുബ്രിസ് ആൻഡ് ദ ബിലീഫ് ദാറ്റ് വി ക്യാൻ കൺട്രോൾ ഓർ എക്സ്പ്ലോയിറ്റ് ടെക്നോളജി വിത്തൗട്ട് ഫേസിങ് കോൺസിക്വൻസസ്. മനുഷ്യർക്ക് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ കഴിയും, കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഹുബ്രിസ് അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് മനുഷ്യരുടെ ക്യാരക്ടറിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനെക്കുറിച്ചിട്ടൊരു വാർണിംഗ് കൂടിയാണ് ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. ടെക്നോളജിക്കൽ എത്തിക്സ്. The story advocates for a careful and ethical approach to technological advancements, stressing the importance of foresight and responsibility. അപ്പോൾ നമ്മൾ ഉത്തരവാദിത്തത്തോടു കൂടി വേണം ടെക്നോളജി ഉപയോഗിക്കാൻ എന്നുള്ളതും അതല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യവും ഈ സ്റ്റോറിയിലൂടെ കാണിക്കുന്നുണ്ട്. ആ രീതിയിൽ ടെക്നോളജി ദുരുപയോഗം ചെയ്യുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ ഈ ഒരു കഥയിൽ തീമായിട്ട് വരുന്നത് നമുക്ക് കാണാവുന്നതാണ്. Explain the connections between past, present and future as portrayed in A Sound of Thunder. ഇനി ഈ കഥയിൽ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നിവയുടെ കണക്ഷനെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത്? ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് ടൈം, causal links. The story demonstrates how events in the past can influence the present and the future, establishing a direct connection between different time periods. അപ്പോൾ ഈ കഥയിൽ നമ്മൾ കാണുന്നുണ്ട് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നിവ പരസ്പരം കണക്റ്റഡ് ആണെന്നുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിലൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മാറും എന്നുള്ള രീതിയിലാണ് ഈ കഥയിൽ അവതരിപ്പിക്കുന്നത്. ടെമ്പറൽ ഇമ്പാക്ട്. Bradbury shows that actions taken in the past, even minor ones, can have significant repercussions on the present and the future. നമ്മൾ പാസ്റ്റിൽ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും, അത് എത്ര തന്നെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് അത് പ്രസന്റിലും അതുപോലെ തന്നെ ഫ്യൂച്ചറിലും അതിന്റെ കോൺസിക്വൻസസ് നേരിടേണ്ടി വരും എന്നുള്ളൊരു കാര്യം ഈ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നിവയുടെ കണക്റ്റഡ് നേച്ചർ ആയിട്ട് ഈ സ്റ്റോറിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ ബട്ടർഫ്ലൈ എഫക്റ്റിലൂടെയാണ് ഈ പാസ്റ്റ്, പ്രസന്റ് തമ്മിലുള്ള കണക്ഷൻ കാണിക്കുന്നത്. Small causes large effects. The death of a butterfly in the past leads to major changes in the present, exemplifying the butterfly effect and the interconnectedness of all events. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ എഫക്ട്സിനെ കുറിച്ച് പറയുകയുണ്ടായി. ഒരു സംഭവത്തിന്റെ ചെയിൻ ഇവന്റ്സ് ആയിട്ട് അടുത്ത സംഭവങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ചെറിയൊരു സംഭവം വലിയ കോൺസിക്വൻസസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കാര്യം ഈ സ്റ്റോറിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിലും നമ്മൾ ഈ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും നമ്മളുടെ കണക്ഷൻ ആണ് കാണുന്നത്. ചെയിൻ റിയാക്ഷൻ. This concept illustrates how delicate and sensitive the temporal fabric is, where even the smallest disturbance can cause a ripple effect across time. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എത്ര ദുർബലമാണ് ഈ ഒരു ടൈമിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. അതിൽ ഏതെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ആകെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവുന്ന രീതിയിലുള്ള റിപ്പിൾ ഇഫക്റ്റ് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഈ കഥയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റിയാണ് നമ്മൾ ഈ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നുള്ള കണക്ഷനായിട്ട് കാണുന്നത്. സീംലെസ് ഫ്ലോ. The story suggests that time is a continuous and interconnected flow where every moment is linked to others in a seamless web. അതായത് ഈ ടൈം എന്ന് പറയുന്നത് പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒഴുക്കാണെന്നുള്ളത്. അതിൽ ഏതെങ്കിലും ഒരു കണ്ണിയിൽ എന്തെങ്കിലും മാറ്റം വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആകെ ഒഴുക്കിനെ തന്നെ അത് ബാധിക്കും എന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഡിപ്പെൻഡൻസി. Present and future events are dependent on the continuity and integrity of past events, emphasizing the importance of preserving historical continuity. അതുകൂടാതെ തന്നെ ഈ പ്രസന്റിന്റെയും ഫ്യൂച്ചറിന്റെയും കാര്യങ്ങൾ എഫക്ട് ചെയ്യുന്നത് പാസ്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. പാസ്റ്റിന്റെ എഫക്റ്റ് ആണ് നമുക്ക് പ്രസന്റിലും ഫ്യൂച്ചറിലും ലഭിക്കുന്നത്. അതുകൊണ്ട് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്നിവ പരസ്പരം കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യം ഈ ഒരു സ്റ്റോറിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്കസ് എ സൗണ്ട് ഓഫ് തണ്ടർ ആസ് എ വർക്ക് ഓഫ് സയൻസ് ഫിക്ഷൻ. ഈ കഥയെ ഒരു സയൻസ് ഫിക്ഷൻ എന്നുള്ള രീതിയിൽ വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എലിമെന്റ്സ് ഓഫ് സയൻസ് ഫിക്ഷൻ. ടൈം ട്രാവൽ. The central plot device of time travel is a quintessential element of science fiction, allowing exploration of theoretical and speculative concepts. നമുക്കറിയാം ടൈം ട്രാവൽ എന്ന് പറയുന്നത് എന്താണ്? സയൻസ് ഫിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ടെക്നോളജി നിലവിൽ ഉള്ളതിന്റെ അപ്പുറത്തേക്ക് ഏതൊക്കെ രീതിയിൽ വളരാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് സയൻസ് ഫിക്ഷനിൽ വരുന്നത്. ആ ഒരു തീം നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. Advanced technology. The story features advanced technological concepts such as time machines and anti-gravity paths that are typical of the science fiction genre. ഇനി ഈ ടൈം മെഷീന് പുറമെ ആന്റി ഗ്രാവിറ്റി, മെറ്റൽ പാത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള ടെക്നോളജിയൊക്കെ ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അതും സയൻസ് ഫിക്ഷനിൽ കോമൺ ആയിട്ട് വരുന്ന കാര്യമായിട്ട് നമുക്ക് കാണാവുന്നതാണ്.
പിന്നെയുള്ളത് ഇതിലെ എക്സ്പ്ലോറേഷൻ ഓഫ് തീംസ് ആണ്. ഇമ്പാക്ട് ഓഫ് ടെക്നോളജി. The story delves into the ethical and moral implications of technological advancements, a common theme in science fiction. ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കൊണ്ട് ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. നമുക്കറിയാം അത് സയൻസ് ഫിക്ഷനിലെ ഒരു തീമാണ്. ഇനി കോൺസിക്വൻസസ് ഓഫ് ആക്ഷൻസ്. ഇറ്റ് എക്സ്പ്ലോർസ് ദ പൊട്ടൻഷ്യൽ കോൺസിക്വൻസസ് ഓഫ് ഹ്യൂമൻ ആക്ഷൻസ് ഓൺ എ ഗ്രാൻഡ് സ്കെയിൽ, particularly through the lens of the butterfly effect and the temporal causality. അതുകൂടാതെ തന്നെ ഈ ചെറിയ പ്രവൃത്തികൾക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ബട്ടർഫ്ലൈ എഫക്റ്റിനെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. ഇയാളുടെ പേഴ്സണൽ ലൈഫിൽ അത് എന്ത് മാറ്റം ഉണ്ടാക്കുന്നതല്ല, മനുഷ്യ വംശത്തിന് തന്നെ അത് എന്ത് മാറ്റം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതും സയൻസ് ഫിക്ഷന്റെ ഒരു തീമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പിന്നെയുള്ളത് ഈ സ്റ്റോറിയിലെ സെറ്റിംഗ്സ് ആണ്. സ്പെക്കുലേറ്റീവ് സെറ്റിംഗ്സ്. ഒന്ന് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള എലിമെന്റ്സ് ആണ്. ദ സ്റ്റോറി ഈസ് സെറ്റ് ഇൻ എ ഫ്യൂച്ചർ വേർ ടൈം ട്രാവൽ ഈസ് പോസിബിൾ, പ്രൊവൈഡിങ് എ സ്പെക്കുലേറ്റീവ് ബാക്ക്ഡ്രോപ്പ് ഫോർ ദ നരേറ്റീവ്. ടൈം ട്രാവൽ അതുപോലെ തന്നെ അത്തരത്തിലുള്ള മെഷീനറി ഒക്കെ ഉള്ള ഒരു 2055 ഒരു കഥ എന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം അത് സയൻസ് ഫിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എലിമെന്റ് ആണ്. പിന്നെ ഇമാജിനേറ്റീവ് സിനാരിയോസ് ആണ്. ബ്രാഡ്ബറി ക്രിയേറ്റ്സ് വിവിഡ് ആൻഡ് ഇമാജിനേറ്റീവ് സിനാരിയോ ഓഫ് ഹണ്ടിങ് ഡിനോസേഴ്സ് ഇൻ ദ പ്രീ ഹിസ്റ്റോറിക് പാസ്റ്റ്, ബ്ലെൻഡിങ് സയൻസ് ഫിക്ഷൻ വിത്ത് എലിമെന്റ്സ് ഓഫ് അഡ്വഞ്ചർ. അതുകൂടാതെ തന്നെ പാസ്റ്റിലേക്ക് സഞ്ചരിക്കുക, ദിനോസേഴ്സിനെ ഹണ്ട് ചെയ്യുക തുടങ്ങിയതൊക്കെ എന്താണ് ഈ സയൻസ് ഫിക്ഷനിലെ തീംസ് ആയിട്ട് നമുക്ക് വരുന്ന കാര്യങ്ങളാണ്. അതായത് ഇന്ന് ഇല്ലാത്ത തരത്തിലുള്ള ഒരു ടെക്നോളജിയൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് അതിനെക്കുറിച്ചിട്ട് എഴുതുക എന്നുള്ളതാണ് സയൻസ് ഫിക്ഷനിൽ വരുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ സ്റ്റോറി ഒരു സയൻസ് ഫിക്ഷന്റെ ഗണത്തിൽ വരുന്നതാണെന്നുള്ള കാര്യം നമുക്ക് പറയാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.